അപ്പോൾ ഞങ്ങൾ പോണ്ടിച്ചേരിയിലേക്കുള്ള യാത്രയിലാട്ടോ. നല്ല രസകരമായ യാത്രയായിരുന്നു. യാത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് എപ്പോഴും ഇത് കാണാനും കേൾക്കാനൊക്കെ നല്ല താല്പര്യം ഉണ്ടാവും അല്ലേ. നല്ല രസമല്ലേ ഇങ്ങനെ യാത്ര ചെയ്യുന്നത്, നല്ല കാലാവസ്ഥ അങ്ങനെയുള്ള ഇതിൽ. അങ്ങനെ ഞങ്ങൾ പോണ്ടിച്ചേരി ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അങ്ങോട്ട് പോയതായിരുന്നു കേട്ടോ. ഉണ്ടെന്ന് അറിഞ്ഞിട്ടല്ല, പോണ വഴിക്ക് അത് കണ്ടു കയറി. അപ്പോൾ അവിടെ കണ്ടില്ല, തുടക്കത്തിലൊക്കെ കണ്ട് ആളുകൾക്ക് കയറാൻ ഇങ്ങനെ എൻജോയ് ചെയ്യാനുള്ള വണ്ടിയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ജോയ് ട്രെയിൻ ഉണ്ട്. അപ്പോൾ അതിൽ കയറാനുള്ള ഒരു പുറപ്പാടിലാണ് ഞങ്ങൾ കേട്ടോ. അത് ആളുകളെയും കയറ്റിയിട്ട്. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ അത് യാത്ര പോയിരിക്കുകയായിരുന്നു. പോയി വന്ന് ആളുകളൊക്കെ ഇറങ്ങി. കൂടുതൽ ആളുകളൊന്നും ഇല്ല, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവധി ദിവസമൊന്നും അല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ കുട്ടികളൊന്നും അങ്ങനെ ഉണ്ടാവില്ലല്ലോ. ഞായറാഴ്ചയൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവുമെന്നാണ് കേട്ടത്. കുട്ടികൾക്ക് സ്കൂളിലുള്ള ടൈമൊക്കെ ആണല്ലോ. അപ്പോൾ പിന്നെ കൂടുതൽ കുട്ടികളൊന്നും ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. അങ്ങനെ വന്ന് നിറങ്ങി അങ്ങനെ ഞങ്ങൾ പോയി ടിക്കറ്റ് എടുത്തു. വലിയ ആളുകൾക്ക് 10 രൂപയും ചെറിയ കുട്ടികൾക്ക് 5 രൂപയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയിട്ട് ടിക്കറ്റ് എടുത്തു, ട്രെയിനിലേക്ക് കയറി കേട്ടോ. പിന്നെ അതൊരു യാത്രയായിരുന്നു, നല്ല മനോഹരമായ യാത്രയായിരുന്നു കേട്ടോ. ഗാർഡനിൽ കൂടെയുള്ള യാത്രയാണ്. ഗാർഡൻ എന്ന് പറയാൻ ഇത് ബോട്ടണിക്കൽ ഗാർഡനാണ്. അതിൻ്റെ പേര് തന്നെ ഇതിനകത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങളൊന്നുമില്ല. അവിടെ റോസാപ്പൂക്കളോ അല്ലെങ്കിൽ മറ്റുള്ള പൂക്കളോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ ഒരുപാട് അപൂർവങ്ങളായ മരങ്ങളൊക്കെ ഉണ്ടെന്ന്. എനിക്കതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല കേട്ടോ. പക്ഷേ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഒരു പ്രത്യേക മരം എൻ്റെ കയ്യിലുണ്ട്. അത് നിങ്ങൾക്ക് ആർക്കൊക്കെ പരിചയമുണ്ടെന്നുള്ളത് പറഞ്ഞു തരാം കേട്ടോ. ഇതാണ് കേട്ടോ യാത്ര. ഇതിനകത്ത് കയറിയിട്ട് നമ്മൾ കാണുന്ന കാഴ്ചകളാണ്. ഈ പാർക്കിനുള്ളിൽ കൂടെ തന്നെയാണ്, ഫുള്ളായിട്ട് നിന്ന് കറങ്ങി വരും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാഴ്ചയും നമുക്ക് എഴുതുമ്പോൾ തന്നെ കാണാം. ശരിക്കും നടന്ന് കാണേണ്ട ആവശ്യമൊന്നുമില്ല കണ്ടോ. പിന്നെ ഇതാ ഒരു തുരങ്കമൊക്കെ ഉണ്ട്. ആ തുരങ്കത്തിൽ കൂടെയൊക്കെ നമുക്ക് വരാൻ പറ്റും കണ്ടോ. തുരങ്കത്തിൽ കൂടെയൊക്കെ വണ്ടി നല്ല രസമാട്ടോ. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. വേണമെങ്കിൽ വീണ്ടും വീണ്ടും ഒന്ന് യാത്ര ചെയ്യാനൊക്കെ വലിയതായിട്ടും നമുക്കൊക്കെ തന്നെ കുറച്ച് പിന്നെയും യാത്ര ചെയ്താൽ കൊള്ളാമെന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാവും. അതിൽ ഞങ്ങൾക്ക് അധികമൊന്നും അവിടെ നിൽക്കാനുള്ള ടൈമില്ലായിരുന്നു. ഞങ്ങൾക്ക് പെട്ടെന്ന് പുറപ്പെടേണ്ടതുള്ളതുകൊണ്ട് അവിടെ ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ വിചാരിക്കാത്ത ഒരു സ്ഥലമായതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് വേഗം അവിടെ നിന്ന് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് അധിക സമയമൊന്നും അവിടെ തന്നെ തുടരാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. കാരണം സ്റ്റേഷനിൽ ഞങ്ങളെ കയറിയോടെ തന്നെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ് കേട്ടോ ആ ജോയ് ട്രെയിനും അതിൻ്റെ സ്റ്റേഷനൊക്കെ കാണാനൊന്നും പറയാനില്ല. നല്ല രസമാണ്. കാരണം നമ്മൾ ഈ കാർട്ടൂണിലൊക്കെ കാണുന്ന പോലെ പിന്നെ പാളവും അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടോ ഗേറ്റും അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ ഈ എന്താ പറയുക, ചില കളിപ്പാട്ടൊക്കെ നമ്മൾ കാണൂലേ, അതേപോലെ നല്ല രസമുണ്ട് കേട്ടോ. ഒന്നുമില്ല, കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ അടുത്തൊക്കെ ആണെങ്കിൽ പോയിട്ട് എന്തായാലും കുട്ടികളൊക്കെ കാണിക്കുമായിരുന്നു. പക്ഷെ അവിടെയുള്ള പിന്നെ അവിടെയാണല്ലോ തമിഴ്നാട്ടിലാണ് പോണ്ടിച്ചേരി വരുന്നത്. ആ ട്രെയിൻ തന്നെ കണ്ടാൽ നിങ്ങൾക്കറിയാമല്ലോ, നല്ല രസമൊക്കെ കാണാൻ. പക്ഷെ എവിടെയൊക്കെ ഉണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞൂട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. കണ്ടോ ഫോണ് വേറെ ആൾക്കാരും കയറ്റിയിട്ടിപ്പോൾ പോകാണ് കേട്ടോ. ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി അടുത്ത ട്രിപ്പുമായിട്ട്. ചിലപ്പോൾ കൂടുതൽ ആളുകളൊന്നും ഉണ്ടാവാൻ എല്ലാത്തിലൊന്നും ആളുകളില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരക്കൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ലീവുള്ള ദിവസമൊന്നും അല്ലാത്തതുകൊണ്ടായിരിക്കും. പിന്നെ ഈ മരത്തിനെ പറ്റിയാണ് ഞാൻ പറയാൻ പറഞ്ഞു കേട്ടോ. ഇതറിയോ നിങ്ങൾക്ക്, നാഗപുഷ്പം എന്ന് പറയുന്ന ഈ മരം നല്ല രസമാട്ടോ. തഴിയുമ്പോൾ തന്നെ വലിയ പൂക്കളും പിന്നെ വലിയ ഫുട്ബോൾ പോലെ കായ്കളൊക്കെ ഉണ്ടാവുന്ന ഒരു മരമാണ്. പിന്നെ എൻ്റെ കയ്യിൽ ഇതിൻ്റെ തൈകളുണ്ട് കേട്ടോ. ഞാൻ പാലക്കാട് നിന്ന് ഒരു 3-4 കൊല്ലം മുമ്പ് ഞാൻ കൊണ്ടുവന്ന് നട്ടിട്ടുണ്ട്. മരമായി വരുന്നുണ്ട്. തീർച്ചയായിട്ടും അതിൽ പൂവൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടോ. നല്ലൊരു വാസനയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഇതാ പൂവ് നിങ്ങൾക്ക് കണ്ടറിയാം. ഭയങ്കര ഭംഗിയുള്ള പൂക്കളാണ്, വലിയ പൂക്കളാണ് കേട്ടോ. മൊട്ട് കണ്ടോ വിരിയാൻ നിൽക്കുന്നത്. നല്ല രസമാണ് കാണാൻ. ഇങ്ങനെ നിറച്ചും പൂക്കളും ഉണ്ടാവും, നല്ല ചുവപ്പ് നിറത്തിൽ. ഉള്ളിലാണെങ്കിൽ ഒരു സർപ്പത്തിൻ്റെ പടം പോലെ ഉള്ളതുകൊണ്ടായിരിക്കും നാഗപുഷ്പം എന്നുള്ള പേര് കിട്ടിയെന്ന് തോന്നുന്നു. അതിൻ്റെ ഉള്ളിലുള്ള അതിൻ്റെ കേസരം അങ്ങനെയാണല്ലോ കേട്ടോ. കണ്ടതാണ്. ഈ മരം മാത്രമേ എനിക്കിവിടെ പരിചിതമായിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തന്നത് കേട്ടോ.